ഹായ് റോഷൻ. ഹായ്. വല്ലാത്തൊരു കഥയ്ക്ക് വേണ്ടി എപ്സ്റ്റീൻ ഫയൽസ് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആയിരക്കണക്കിന് പേജ് ഡോക്യുമെന്റ് കയ്യിൽ കിട്ടിക്കാണും. എവിടെ നിന്നാണ് റിസർച്ച് തുടങ്ങിയത്? എപ്പോഴാണ് വല്ലാത്തൊരു കഥയ്ക്ക് പറ്റിയൊരു സംഭവം കയ്യിൽ കിട്ടിയെന്ന് തോന്നിയത്? ആക്ച്വലി ഡിസംബർ 19 നമ്മുടെ US ഗവൺമെൻറ് ആണെങ്കിൽ എപ്സ്റ്റീൻ ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറഞ്ഞ ആക്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ബാബുച്ചോട് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ ഫോർ വല്ലാത്ത കഥയിലെ എപ്സ്റ്റീൻ എപ്പിസോഡ്. അപ്പോഴത്തേക്കും പക്ഷേ നമ്മൾ പറഞ്ഞു ലെറ്റ്സ് വെയിറ്റ്, കാരണം അതിനകത്ത് ഒരുപാട് കോൺസ്പിറസീസ് ഉണ്ട്, അതില്ലെങ്കിലാണെങ്കിൽ തിയറീസ് കറക്റ്റ് ആവണമെന്നില്ല. ഹി സെഡ് ലെറ്റ്സ് വെയിറ്റ്. അപ്പോഴേ ഞാൻ ജസ്റ്റ് ആ ബുക്കൊന്ന് വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഫിൽത്തി റിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട്. ബട്ട് ദെൻ ഓക്കെ ഇപ്പോൾ DOJയുടെ ലേറ്റസ്റ്റ് വന്നപ്പോഴത്തേക്കും പറഞ്ഞു നമുക്കിപ്പോൾ ചെയ്യാൻ. ഞാനാണെങ്കിൽ ആ ബുക്ക് ഒരു ഓൾമോസ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയാണ് തുടങ്ങാൻ കാരണം. 1992 ഇറങ്ങിയ ഹോം അലോൺ 2 ലോസ്റ്റ് ഇൻ ന്യൂയോർക്ക് എന്ന സിനിമയിൽ നായകനായ കുട്ടി ഡൊണാൾഡ് ട്രംപിനോട് എപ്സ്റ്റീൻ എവിടെയെന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ സീൻ ഉള്ളതാണെങ്കിലും ഡയലോഗ് ഫേക്കാണ്. ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നത്. നമ്മൾ പറയുന്നത് ഒരു 100% സത്യമാണെന്ന്, റൂമർ അല്ല, ഫേക്ക് അല്ല എന്ന് ഉറപ്പിക്കാൻ എത്രത്തോളം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്? ഇത് വല്ലാത്ത കഥയുടെ എല്ലാ എപ്പിസോഡിലും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യാണെങ്കിൽ കുറച്ച് മണ്ടത്തരങ്ങൾ ചിലപ്പോൾ പറ്റാറുണ്ട്. നമ്മളാണെങ്കിൽ ഒരു എപ്പിസോഡിലാണെങ്കിൽ ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ അഹമ്മദാബാദ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മണ്ടത്തരങ്ങൾ ചിലപ്പോൾ പറ്റാറുണ്ട്. സോ അത് നമ്മൾ 3 വട്ടം റിവ്യൂ ചെയ്ത് 4 വട്ടം പ്രൂഫ് റീഡ് ചെയ്ത് ടോട്ടൽ 5-6 ടൈംസ് പ്രൂഫ് റീഡ് ചെയ്ത സ്ഥലത്തിനകത്ത് ഇൻക്ലൂഡിങ് എക്സ്പേർട്സ്, സബ്ജക്ട് എക്സ്പേർട്സ്, പൊളിറ്റീഷ്യൻസ് അതിനകത്തുണ്ടെങ്കിൽ അതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ്, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഗുജറാത്തിൻ്റേത് അഹമ്മദാബാദ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും 100% പ്രൂഫ് റീഡ് ചെയ്തിട്ടും മിസ്റ്റേക്സ് ഉണ്ടാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു 4 ലെവൽ പ്രൂഫ് റീഡിങ് ഉണ്ടാവും. ഫസ്റ്റ് ഞാൻ തന്നെ എഴുതും. പണ്ട് ഭയങ്കര പാടായിരുന്നു, ബുക്സൊക്കെ നോക്കണമായിരുന്നു. ഇപ്പോൾ ഞാൻ AI യൂസ് ചെയ്യാറുണ്ട്. ജെമിനി എടുത്ത് ചോദിക്കും, ChatGPT എടുത്ത് ചോദിക്കും, ഈസ് ദിസ് കറക്റ്റ്? അപ്പോഴത്തേക്കും ജെമിനിയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാലാണെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ലെറ്റ് മീ റെഫർ എന്ന് പറഞ്ഞ് വീണ്ടും പോകും. ഇപ്പോൾ ChatGPT 5.2 ആണ്. 5.2ലും ഭയങ്കര സൂപ്പറായിട്ട് തന്നെ നമുക്കാണെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും പഴയതുപോലെ അത്ര പാടില്ല. അപ്പോഴത്തേക്കും നമ്മൾ 3-4 ടൈംസ് ChatGPT ചോദിക്കുകയാണ്, ആർ യു ഷുവർ ഓൺ ദിസ് തിങ്? ഞാൻ ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, ഇത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സിമ്പിളാണ് ഇപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ 1992 ഇൻസിഡൻറ്റ് പറഞ്ഞു. അവിടുത്തെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാലാണെങ്കിൽ ChatGPTക്ക് അറിയാവോ ഇല്ലെന്ന്, ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ റൈറ്റ് നൗ. സോ ഐ യൂസ് ഗ്രോക്ക്. ഗ്രോക്കിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാലാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫാക്ട് ചെക്കിങ് നടക്കും അവിടെ. ഗ്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ, അതായത് ട്വിറ്ററിൻ്റെ എക്സിൻ്റെ AI ഫോമാണ്. സോ ഹൗ യു യൂസ് ഓൾ ദീസ് AI, ദാറ്റ്സ് വാട്ട് ദ എൻഡ് പ്രോഡക്റ്റ് ഈസ്. സോ ഞാൻ ഗ്രോക്ക് ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിനായിരിക്കും, ChatGPT ഉപയോഗിക്കുന്നത് വേറൊരു കാര്യത്തിനായിരിക്കും, ജെമിനി ഉപയോഗിക്കുന്നത് വേറൊരു കാര്യത്തിനായിരിക്കും. ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മളെപ്പോഴും ഒരു ബുക്ക് ഫോളോ ചെയ്യാറുണ്ട്. ലൈക്ക് ഏത് എപ്പിസോഡ് എഴുതിയാലും വി ഫോളോ 1 ബുക്ക്. അത് ആ ബുക്ക് ശരിയാവണമെന്നില്ല ചിലപ്പോൾ. സോ ബട്ട് സ്റ്റിൽ അപ്പോൾ നമ്മൾ എന്താ പറയും, ഇന്ന ആൾ ഈ ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സോ ദാറ്റ് യു ക്യാൻ വെരിഫൈ യുവർ സെൽഫ്, അല്ലെങ്കിൽ ഓക്കെ. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ചെയ്ത്. രാഷ്ട്രീയ തലവന്മാരും രാജാക്കന്മാരും മുതൽ ടെക് ഭീമന്മാർ വരെ ഫയലുകളിലുണ്ട്. അപ്പൊ പൊതുജനം ആരാധിക്കുന്ന, ഇത്തരത്തിൽ ബഹുമാനിക്കുന്ന ആരുടെ പേര് കേട്ടപ്പോഴാണ് റോഷൻ ശരിക്കും ഞെട്ടിയത്? ഞാൻ നെറ്റിയത് നൗം ചോംസ്കിയുടെ പേര് കേട്ടപ്പോഴാണ്. ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു ഐഡൽ പോലുള്ള ഒരാളായിരുന്നു. സോ പിന്നെ എനിക്ക് ജെമി ഫോക്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ലൈക്ക് സ്പൈഡർമാൻ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്. പിന്നെ ലൈക്ക് ഐ എക്സ്പെക്റ്റഡ് ക്ലിൻറ്റൺ ഇൻ ദാറ്റ് കോസ് ഓഫ് മെനി റീസൺസ്. അതെൻ്റെ ബയാസ് ആയിരിക്കും, പക്ഷേ ബട്ട് സ്റ്റിൽ ഐ ഡിഡ്ന്റ് ആഡ് ദാറ്റ് വൈൽ റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ് ഔട്ട് ദെയർ. പിന്നെ അഫ്കോഴ്സ് ലൈക്ക് എനിക്ക് 2 പേര് എനിക്ക് ഐ വാസ് ഇൻ ഷോക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്ലിൻറ്റണും മറ്റേത് ട്രംപും. പിന്നെ ഒരു ഇസ്രായേലി പ്രൈം മിനിസ്റ്ററുടെ കാര്യം പറയുമ്പോൾ, കോസ് ലൈക്ക് ഐ ഹാവ് റെഡ് നോബഡീസ് ഗേൾ. ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു ലൈക്ക് ഐ വാസ് വെയിറ്റിംഗ് ഫോർ നോബഡീസ് ഗേൾ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഇട്ട് എനിക്ക് ഞാൻ എൻ്റെ ഒരു കിൻഡിൽ വേർഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു ടു എ ലിമിറ്റ്. സോ ലൈക്ക് ഐ വാസ് മോർ വേഴ്സ്ഡ് വിത്ത് ഹൗ ഷീ എൻകൗണ്ടേർഡ് തിങ്സ്, വിർജീന ഗുഫ്രെ. സോ ദാറ്റ്സ് ഓൾ. ലൈക്ക് നമ്മൾ പറഞ്ഞെന്താ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, മറന്നു. രാഷ്ട്രീയ തലവന്മാരും സോ ലൈക്ക് ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നോർവേയുടെ ക്രൗണിൻ്റെ മകൻ പ്രിൻസ്, ഹീ ഈസ് ബീങ് പ്രോസിക്യൂട്ടഡ് ആൻഡ് ഹി ഹാസ് ബീൻ ഫോട്ടോഗ്രാഫ് വിത്ത് ഗ്ലെൻ മാക്സ്വെൽ, ഹു വാസ് വിത്ത് എപ്സ്റ്റീൻ, ലോങ് ടൈം ഗേൾഫ്രണ്ട് എന്ന് പറയപ്പെടുന്നത്. സോ രാഷ്ട്രീയ തലവന്മാർ ഒരു കേസിൽ പെടുമ്പോഴത്തേക്കും നമുക്ക് അത്ര വിഷമമൊന്നും വരാറില്ല. സോ ലൈക്ക് ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൾ നമുക്കൊരു അക്കാഡമീഷ്യൻ വരുമ്പോഴേക്കും നമുക്കൊരു, അല്ലെങ്കിൽ ഒരു ആക്ടർ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമം വരും. കാരണം എന്താ, ബൈ ചാൻസിൽ ലക്കിൽ കിട്ടുന്ന പ്രൊഫഷൻസിന് നമുക്ക് ഒരാൾക്ക് താഴെ പോകുന്ന കൂടുതൽ താല്പര്യം. ലൈക്ക് പക്ഷേ നമ്മൾ ഒരു അക്കാഡമീഷ്യൻ എഴുതി ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു എനിക്ക് ചോംസ്കി പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമം. എനിക്ക് ട്രംപ് വന്നപ്പോൾ എനിക്ക് പ്രശ്നം തോന്നിയില്ല. സോ നമ്മൾ എപ്സ്റ്റീൻ്റെ കേസിൽ ഫോക്കസ് ചെയ്യേണ്ടത് ആക്ച്വലി ഇപ്പൊ ഈ നടക്കുന്ന പ്രശ്നങ്ങളെക്കാളും എങ്ങനെയാണ് ഇത് തുടങ്ങിയതെന്നുള്ളത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ലേ? നമ്മൾ വല്ലാത്ത ഏത് എപ്പിസോഡ് എടുത്താലും, ലൈക്ക് നമ്മൾ ഏത് എപ്പിസോഡ്, പിന്നെ നേരത്തെ നേപ്പാൾ പറഞ്ഞു,
നമ്മൾ അവിടെ വിഷയം എന്ന് വെച്ചാൽ ജെൻസി പ്രൊട്ടസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ട് നേപ്പാളിൽ ജെൻസി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു റെക്കറൻറ്റ് പാറ്റേൺ ആണ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞൊരു കോമൺ ഡയലോഗ് ഉണ്ട്. നമ്മൾ ഒരാളുടെ ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിത് പറയുന്നത് 1997 ഒരു മോഡൽ ഉണ്ടായിരുന്നു വിക്ടോറിയ സീക്രട്ടിന് വേണ്ടി, ആലിസ് എന്ന് പറഞ്ഞ. ആൻഡ് പുള്ളിക്കാരിയാണെങ്കിൽ ജോൺ ബ്രുലാങ്, അതായത് MC2, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറയുന്നുണ്ട്, എപ്പിസോഡിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ആലിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സോ ഷീ ഗോട്ട് ടു നോ ദാറ്റ് വിക്ടോറിയ സീക്രട്ടിൻ്റെ മെയിൻ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ആളാണ്. ആൻഡ് ഹി ആസ്ക്ഡ് ഹർ ടു കം നെക്സ്റ്റ് ഡേ ഇൻ ഹിസ് ഹോട്ടൽ റൂം സോ ദാറ്റ് ഹി ക്യാൻ ഡിസ്കസ്. വന്ന ഉടനെ പുള്ളി പറഞ്ഞത് നിങ്ങളുടെ ഡ്രസ്സ് അഴിക്കുമെന്നാണ്. ആൻഡ് ഷീ റാൻ ഫ്രം ദാറ്റ് പ്ലേസ് ആൻഡ് റിപ്പോർട്ടഡ്. ആ റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സോ ഇറ്റ്സ് ലൈക്ക് 1997 അത് ചെയ്തത്. ഇതേ സെയിം സാധനം 1995 ആനി ഫാർമറും മറിയ ഫാർമറിൻ്റെ ഇൻസിഡൻറ്റിലും സെയിം അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ വി നോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയേഴ്സ്. അത് ഏത് കേസിലാണ്, ഇപ്പോൾ വല്ലാത്തൊരു ഏത് എപ്പിസോഡ് എടുത്താലും യു നോ വി ടോക്ക് അബൌട്ട് ഹിസ്റ്ററി. നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വെനിസ്വേലയുടെ അല്ലെങ്കിൽ അമേരിക്ക ആസ് എ പവർ. സോ വെൻ വി ടോക്ക് അബൌട്ട് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ദാറ്റ്സ് വൈ വി ടോക്ക് ഓൺ ഹിസ്റ്ററി. നമ്മൾ ഈ പറയുന്ന ഈ ഒരു കുറ്റവാളി മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പൊ എത്രത്തോളം ഈ ഒരു പറയുന്ന പല കഥകൾക്കും ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും? സോ ലൈക്ക് കുറ്റവാളി മരിച്ചിട്ട് വർഷങ്ങളായെന്നുള്ളതല്ല ഫോറൻസിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ്, എവിഡൻസ് എവിടെ ഉണ്ടെന്നുള്ളതാണ്. പല കേസസിലും എവിഡൻസ് ഉണ്ടാവണം എന്നില്ല. So here we have like 3 million pages of chats, text, video recording, asset like പറഞ്ഞ എപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിന് എല്ലാ ഹൗസസും വീഡിയോ റെക്കോർഡഡ്, ഓഡിയോ റെക്കോർഡഡ് ആയിരുന്നു. സോ ഇത് എപ്സിന് മരിച്ചു കാണും, പക്ഷേ the evidences still stay. So like 2005 ഒരു കുട്ടി, ലെറ്റ്സ് കോൾ ഹർ മേരി സിൻസ് ഷീ വാസ് ലൈക്ക് എൻ യങ് ഗേൾ, പുള്ളിക്കാരി പറഞ്ഞ എക്സാക്റ്റ്, അതായത് ആ വീട്ടിനകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിരിക്കും. ആ സ്റ്റെയർ കേസിൻ്റെ കളർ കയറി ചെല്ലുമ്പോഴത്തേക്കുള്ള ന്യൂഡ് ഫോട്ടോഗ്രാഫ്സ്. അപ്പോഴത്തേക്കും വിക്ടിമിൻ്റെ ഓൾറെഡി 2005 മൊഴി തന്നെ കൊറാബറേറ്റീവാണ്. കാരണം എന്തായാലും മേരി എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന കുട്ടിക്ക് എപ്സ്റ്റീൻ, അതായത് വെസ്റ്റ് പാമിൽ താമസിക്കുന്ന സാധാരണ കുടുംബത്തിലുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും എപ്സ്റ്റീൻ്റെ വീട് കാണാനുള്ള സാധാരണഗതി പറ്റില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് റിച്ച്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഊബർ റിച്ച്, അൾട്രാ റിച്ചിന് ആ കുട്ടിക്ക് അവിടെ പോകാൻ സാധില്ല. അപ്പം ആ കുട്ടി അവിടെ പോയത് ശരിയാണെങ്കിൽ ബാക്കി നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എൻ്റെ ലൈൻ. പുറത്തു വന്നാലും ഒരു 2000 വീഡിയോകളും അതുപോലെ 2 ലക്ഷത്തോളം ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരിക്കും. ഇത്ര അധികം വിവരങ്ങൾ പറയുക എന്നുള്ളത് നമുക്ക് വല്ലാത്തൊരു കഥയിൽ കൂടെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സത്യം പുറത്താൽ ഏറ്റവും ആവശ്യം വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ആക്ച്വലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അതെങ്ങനെയാണ് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്നത്? ആ സ്കിൽ എനിക്കില്ല. ഞാനാണെങ്കിൽ ഫുൾ എഴുതും, ബാബു ചോട്ടാണ് കൊണ്ടത് എന്താണ് എടുക്കുന്നത്. ആ സ്കിൽ എനിക്കില്ല. അതും ഒരു റൈറ്റർക്ക് വേണ്ട സ്കില്ലല്ലേ? അതെനിക്കില്ല. എല്ലാം എനിക്ക് ആ സ്കില്ലില്ല. ആയിരക്കണക്കിന് പേജുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിൽ താങ്കളുടെ ഏത് പ്രധാനപ്പെട്ട ചോദ്യത്തിനാണ് ഉത്തരം കിട്ടാത്തത്? ഈ ആയിരക്കണക്കിന് പേജുകൾ കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ എനിക്കറിയില്ല സത്യം പറയാം എത്ര പേജ് കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇനി എൻ്റെ ഏത് ചോദ്യത്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചോദ്യത്തിന് റിസർച്ചിന്റെ ഒരു ബലഹീനതയായിട്ട് ഇതിന് പറയാൻ പറ്റും. 1000 പേജ് കണ്ടില്ല എന്നുള്ളത്. ഞാൻ എത്ര പേജ് കണ്ടില്ലെന്ന് പറഞ്ഞത്. അത് ചിലപ്പോൾ 1000 കൂടുതലായിരിക്കാം. മനസ്സിലായി. അപ്പോഴത്തേക്ക് 1000 ഐ ഡോണ്ട് നോ ദിസ് 1000 ഡസൻ ഫീൽ ജസ്റ്റ്. വിർജിനിയ വുൾഫിന്റെ ബുക്കിന് ഓൾമോസ്റ്റ് 600 പേജസ് ഉണ്ട്. റോബർട്ട് സോ സോറി സംടൈം വിർജിനിയ വുൾഫ് ആൻഡ് ഗുഫ്രെ ഗുഫ്രയുടെ ബുക്കിന് ഓൾമോസ്റ്റ് 400-500 പേജസ് ഉണ്ട്. ഈവൻ റോബർട്ട് പാറ്റിസന്റെ ബുക്കിന് ഓൾമോസ്റ്റ് 500 പേജസ് ഉണ്ട്. അത് ഇറ്റ്സ് മോർ ഓഫ് എ ഡയറി തിങ്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് എപ്സ്റ്റീൻ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യും, എത്ര നടക്കും, എങ്ങനെ ആ ഐലൻഡിൽ എങ്ങനെയാണ് അയാൾ ചുറ്റും, അങ്ങനെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്കാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ ഡിയോജയുടെ ഫയൽസ് ഞാൻ ആക്ച്വലി ഡിയോജയുടെ ഫയൽസ് എനിക്ക് ഫുള്ള് നോക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കൈൻഡ് ഓഫ് ഒരു ചീറ്റ് റോങ് വേ ഓഫ് റിസർച്ച് ചെയ്യുന്ന. ഐ ഗോ ടു റെഡിറ്റ്, ഫൈൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എന്നിട്ട് അത് ഞാൻ ChatGPT ഫാക്ട് ചെക്ക് ചെയ്യും. റെഡിറ്റ് ആൻഡ് ChatGPT ഒരു ക്രെഡിബിൾ സോഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി റെഡിറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസർച്ചിങ് മെറ്റീരിയൽസ് ഔട്ട് ദർ. ലൈക്ക് റെഡിറ്റ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് റെഡിറ്റ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. Like if you go to R Epstein, which is like the Reddit subreddit for, I came to know today Bill Clinton deposition ready ആണെന്ന് പറഞ്ഞാൽ ഞാൻ റെഗുലർലി ട്വിറ്റർ അല്ലെങ്കിൽ X യൂസ് ചെയ്യുന്ന ആളാണ്. But I got it not from Reddit. So this happened like 40-50 minutes down the line before the interview out there. And I happened to know about Alan Deskovich from Reddit actually. It was not that Alan Deskovich is a person who is really active in Twitter. But I'll dead silent Aaron. I got to know about, okay, I look up to Alan Deskovich and I got a lot of information, even a lot of conspiracy regarding Virginia Goffrey's suicide or like what alleged suicide. And I get more theories from Reddit actually, yeah. I use Reddit as a source actually, yeah. എൻ്റെ ചോദ്യം ഉത്തരം കിട്ടാത്ത ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു.
ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഞാൻ പറയില്ല, ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഹി ഡിഡ് ഇറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഹൗ ഡിഡ് ഹി ഗെറ്റ് ദ മണി എന്നുള്ളത്. ഞാനിത് മണി ട്രെയിൽ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹി ബിക്കെയിം റിച്ച് കോസ് ഓഫ് എ ഫേമസ് ആക്ട്രസ് കോൾ അന ഫ്രം സ്പെയിൻ. വാട്ട് ഹി ഡിഡ് വാസ് ലൈക്ക്, ഓക്കെ, സ്പെയിനിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു DSG എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഷെയർസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ലോസ്റ്റ് മില്യൻസ്, ഹൺഡ്രഡ്സ് ഓഫ് മില്യൻസ് ഇൻ ദാറ്റ് എമൗണ്ട്. ആൻഡ് വാട്ട് ഹി ഡിഡ് വാസ് ലൈക്ക്, അന വെൻ ടു എപ്സ്റ്റീൻ ആൻഡ് ടോൾഡ്, എനിക്ക് ഈ പൈസ തിരിച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് തരാമെന്ന് പറയും. നോബഡി കുഡ് ഡു ഇറ്റ്. എപ്സ്റ്റീൻ കുഡ് ഡു ദ സെയിം തിങ് ഇൻ 3 years. ആ എമൗണ്ട് എത്രയെന്ന് അറിയത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ലെസ് വെക്സ്നർ എങ്ങനെ കണ്ടു? ലെസ് വെക്സ്നർ ഈസ് നോട്ട് ആൻ ഈസി ഗൈ ടു, ലൈക്ക് ഹി ഈസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഒഹായോ. അതായത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും കോടീശ്വരനാണ്, അത് അമേരിക്ക പോലുള്ള സംസ്ഥാനത്തെ ഏറ്റവും കോടീശ്വരനുള്ള അയാൾക്ക് എങ്ങനെ ആക്സസ് കിട്ടുന്നുള്ളത് തന്നെ എനിക്ക് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് അറിയാം. ഈവൻ ഡാൽട്ടൺ സ്കൂളിൽ വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് എലൈറ്റ്സ് പഠിക്കുന്ന സ്കൂളിലാണ്. അദ്ദേഹത്തിന് അയാൾക്ക് അവിടെ എങ്ങനെ ആക്സസ് കിട്ടി അതെനിക്ക് അറിയത്തില്ല. ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കണ്ട് ഈവൻ ബിയർ സ്റ്റാൻസിൽ പെറ്റേഴ്സൺ പറയുന്ന 2 കാരണങ്ങൾ കൊണ്ടായിരിക്കും ബിയർ സ്റ്റാൻസ് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയത്. ഒന്ന്, അലൻ ഗ്രീസ്, അതായത് ഈ ബിയർ സ്റ്റാൻസിൻ്റെ മെയിൻ ഇൻവെസ്റ്റർ തൻ്റെ മകൻ ടെഡിനാണെങ്കിൽ ഇദ്ദേഹം പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു ടീച്ചറിന് പഠിപ്പിക്കുന്ന ഇഷ്ടമുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായിട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമെന്ന് പറയുന്നത് തൻ്റെ മകളുമായിട്ട് ഇദ്ദേഹത്തിന് പ്രണയം ഉണ്ടല്ല. 2, ഒരു ടീച്ചറിന് ഒരു മോളെടുത്ത് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ അയാളെ വോൾ സ്ട്രീറ്റ് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇഫ് യു ട്രെയിൽ ഹിം യു ഡോണ്ട് ഗെറ്റ് ദ ട്രെയിൽ ഓഫ് മണി. ഇതിനെല്ലാം ഉത്തരം കിട്ടുമോ? എനിക്ക് കിട്ടിയിട്ടില്ല. റോഷൻ അല്ലാതെ റോഷൻ ഈ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് ഇതിനെല്ലാം ഉത്തരം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ റോഷൻ? കിട്ടും. എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് നാളെ എന്ത് സംഭവിക്കും എനിക്കറിയില്ല.